ഇത് ഏതു കാലത്താണ് ജീവിക്കുന്നതെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വല്ലാത്ത വാർത്തയിലേക്കാണ്. ഇളയ മകന്റെ അസുഖം ഭേദമാകുന്നതിന് ജാർഖണ്ഡിൽ 13 വയസ്സുകാരിയെ ബലി നൽകി കൊടും ക്രൂരത. പെൺകുട്ടിയുടെ മാതാവും മന്ത്രവാദിനിയും ഉൾപ്പെടെ 3 പേരാണ് പിടിയിലായത്. പെൺകുട്ടിയെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. PR അരവിന്ദ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ. അരവിന്ദ്, അങ്ങേയറ്റം നടുക്കുന്ന വാർത്തയാണ്. ഇത് ഏത് കാലത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് നമ്മളെ തന്നെ ഓർമ്മപ്പെടുത്തുന്ന, നമ്മളെ തന്നെ വിഷമിപ്പിക്കുന്ന ഒരു കാലത്താണ്. എന്താണ് ഇളയ മകന്റെ അസുഖം മാറാൻ ഈ 13-കാരിയെ പെൺകുട്ടിയെ ബലി കൊടുക്കാൻ അമ്മയെ പ്രേരിപ്പിച്ചത്? പൂജാരിയുടെ നിർദ്ദേശമായിരുന്നു? ആരൊക്കെയാണ് പിടിയിലായിരിക്കുന്നത്? എപ്പോഴാണ് സംഭവം? എങ്ങനെ പുറത്തറിഞ്ഞു? സുഹേൽ, മാർച്ച് 24-നാണ് ജാർഖണ്ഡിലെ ഹസീറാബാഗിൽ ഈ സംഭവം നടക്കുന്നത്. ഈ പെൺകുട്ടിയെ, 13 വയസ്സുകാരിയെ പെൺകുട്ടിയെ മാതാവ് ബലി നൽകുകയായിരുന്നു. ഈ ബലി നൽകപ്പെട്ട പെൺകുട്ടിയുടെ ഇളയ സഹോദരൻ മാനസികവും അതുപോലെ തന്നെ ശാരീരികവുമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു വ്യക്തിയാണ്. ഈ സഹോദരന്റെ രോഗശാന്തിക്ക് വേണ്ടി മാതാവ് നിരന്തരം ആ ഗ്രാമത്തിൽ തന്നെയുള്ള മന്ത്രവാദി എന്ന് ഗ്രാമത്തിലുള്ളവർ വിളിക്കുന്ന ശാന്തി ദേവിയെ സമീപിക്കുകയായിരുന്നു. ഈ ശാന്തി ദേവി ചില നിർദ്ദേശങ്ങളായിരുന്നു ഈ രശ്മി ദേവി, മാതാവായ രശ്മി ദേവിക്ക് നൽകിയിരുന്നത്. അതായത് ഒരു കന്യകയെ ബലി നൽകിയാൽ തങ്ങളുടെ മകന്റെ അസുഖം മാറുമെന്ന് പറയുകയും അതിൽ ഈ ശാന്തി ദേവി വിശ്വസിക്കുകയുമായിരുന്നു. പിന്നാലെയാണ് ഈ മാർച്ച് 24-ന് മന്ത്രവാദിയുടെ സഹായിയുടെ ഒപ്പം ചേർന്നുകൊണ്ട് മാതാവ് മകളെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയത്. ഇതിന് പിന്നാലെ മൃതദേഹം സമീപത്തെ പാടത്തിൽ കുഴിച്ചിടുകയും ചെയ്തു. പിന്നീട് പോലീസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരികയും ഈ കേസിൽ ഒരു കാണാതായ എന്ന പെൺകുട്ടിയെ കാണാനിരുന്ന കേസ് നൽകുകയും ചെയ്തു. പക്ഷേ പോലീസ് അന്വേഷണം ആരംഭിച്ചപ്പോൾ പെൺകുട്ടി ബലാത്സംഗത്തിനിരയായെന്നും ഇത്തരത്തിൽ പെൺകുട്ടിക്കെതിരെ വലിയ രീതിയിൽ അതിക്രമം നടന്നുവെന്ന് വരുത്തി തീർക്കാൻ ഈ പ്രതികൾ ശ്രമിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ പോലീസ് അന്വേഷണം. കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഫോറൻസിക് റിപ്പോർട്ടിലും ഒന്നും ഇത്തരത്തിൽ ബലാത്സംഗത്തിന്റെ യാതൊരുവിധ സൂചനകളും ലഭിച്ചിരുന്നില്ല. പിന്നാലെ പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഈ ഒരു ബലി നൽകിയെന്ന് മാതാവ് സമ്മതിക്കുകയും 3 പേരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. 3 പേർ, പ്രധാനമായും മാതാവും അതുപോലെ തന്നെ ഈ മന്ത്രവാദിനി എന്ന് പറയുന്ന ശാന്തി ദേവി, അതുപോലെ തന്നെ ശാന്തി ദേവിയുടെ സഹായി ഭീംറാവു എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പോലീസിന്റെ ചോദ്യം ചെയ്യൽ കേസുമായി ബന്ധപ്പെട്ട് പുരോഗമിക്കുകയാണെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഈ ഭീംറാവു മുൻപ് തന്നെ 2 കൊലപാതക കേസിൽ പ്രതികളാണെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. സ്വന്തം സഹോദരന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസും അതുപോലെ തന്നെ മറ്റൊരു കൊലപാതക കേസിൽ കൂടി ഭീംറാവു പ്രതിയാണ്. എന്തായാലും ഈ പെൺകുട്ടിയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം അതിദാരുണമായ സംഭവങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ പെൺകുട്ടിയുടെ സ്വകാര്യ ഭാവത്തിന് വലിയ രീതിയിൽ പരിക്കേൽപ്പിക്കുകയും അതോടൊപ്പം തന്നെ പെൺകുട്ടിയുടെ തല വലിയ മൂർച്ചയേറിയ ആയുധം കൊണ്ട് അടിച്ചു മുറിക്കുകയെല്ലാം ചെയ്തു എന്നതാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ 2026-ലും അതിദാരുണമായ സംഭവമാണ് ഇപ്പോൾ രാജ്യത്ത് നടന്നിരിക്കുന്നത്. ഇത്തരത്തിൽ ഈ മന്ത്രവാദിനിയുമായി ബന്ധപ്പെട്ടും അന്വേഷണം കൂടുതൽ പുരോഗമിക്കുന്നു. കൂടുതൽ ബലി ഇത്തരത്തിൽ അവർ നടത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ കൂടുതൽ പേരെ കൊലപ്പെടുത്തിയിട്ടുണ്ടോ എന്ന കാര്യം കൂടി ഇപ്പോൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. സുഹേൽ, അരവിന്ദാണ് വിവരങ്ങൾ നൽകിയത്. 2 കൊലക്കേസിൽ പ്രതിയായ ഒരാളുടെ വാക്ക് കേട്ട് സ്വന്തം അമ്മ, നൊന്തുപെറ്റ അമ്മ, പെറ്റ വേദന മറന്നുകൊണ്ട് 13 വയസ്സുകാരെ മകന്റെ അസുഖം മാറാനായി ബലി കൊടുത്തുന്ന ഞെട്ടിക്കുന്ന വാർത്ത അങ്ങ് ജാർഖണ്ഡിൽ നിന്നാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.